രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. രാജി ആവശ്യപ്പെട്ടിരിക്കുന്നു AICC എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആർ റോഷിപാലും TV പ്രസാദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. ആർ റോഷിപാൽ, ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഈ ആരോപണം സത്യമാണ്, അതേക്കുറിച്ച് തന്നെയല്ലേ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അപ്പുറത്തുള്ള യുവതി ആരാണെന്നുള്ളത് അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല, അതാരാണ് എന്നുള്ള വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നില്ല. പക്ഷേ ഈ കാര്യത്തിൽ മറുതലയ്ക്കുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നുള്ളത് പാർട്ടിക്ക് ഇതിൽ കൂടുതൽ വ്യക്തമാകാനുണ്ടോ? എന്തുകൊണ്ടാണ് വൈകിപ്പിക്കുന്നത്? സുജയ പാർവതി, കൃത്യമാണ് അതിൽ ശബ്ദം. മാത്രവുമല്ല, നേതാക്കളൊന്നാകെ സംസാരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് സ്ഥിരീകരിക്കുന്നുമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി വാങ്ങിക്കാൻ വേണ്ടി അത് ഹൈക്കമാൻഡ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട്, KC വേണുഗോപാൽ ദീപാദാസ് മുൻഷിയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു നിർദ്ദേശം തന്നെ നൽകി കഴിഞ്ഞു. തിരുവനന്തപുരത്താണ് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനോട് അടിയന്തരമായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നുള്ള രാജിക്കത്ത് വാങ്ങിക്കണമെന്ന നിർദ്ദേശമാണ്. മുഴുവൻ നേതാക്കളും അസംതൃപ്തരാണ്, അവർ അമർഷത്തിലാണ്. ഇത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് രാജി നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാന പ്രശ്നമായി മാറുന്നത്. പരസ്യമായ വിമർശനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും ഇനി who cares എന്ന് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിന് പൊതുജനങ്ങളോട് ചോദിക്കാൻ കഴിയും, പൊതുമധ്യത്തിൽ എങ്ങനെ ചോദിക്കാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം കൃത്യമായ തെളിവാണ്, ഒരു കുറ്റകൃത്യത്തിൻ്റെ തെളിവാണ്. ഒരു പെൺകുട്ടിയോട് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുന്നു, എന്നിട്ട് ഗർഭചിത്രം ചെയ്യാൻ നിർബന്ധിപ്പിക്കുന്നു. അത് 4-ാം മാസത്തിൽ ആ പെൺകുട്ടിക്ക് അപകടം പറ്റുന്ന, ഒരുപക്ഷെ ജീവൻ പോലും അപകടപ്പെടാൻ സാധ്യതയുള്ള ഒരു സമയത്ത് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നടത്തി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് നമ്മൾ പുറത്തുവിട്ടത്. ഇനി എന്തിനാണ് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം കാത്തിരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ തെളിവ് എന്താണ് വേണ്ടത്? ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്താണ് ലഭിക്കാനുള്ളത്? നിരവധി വാട്സപ്പ് ചാറ്റുകളുണ്ട്. നേരത്തെ TV പ്രസാദ് പറഞ്ഞതുപോലെ മറ്റു പല ശബ്ദ സംഭാഷണങ്ങളുണ്ട്. ആ പെൺകുട്ടിയുടെ സ്വകാര്യത മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സന്ദേശം മാത്രം പുറത്തുവിട്ടത്. ഈ കുറ്റകൃത്യം അത് പുറം ലോകമറിയണം. ഇനിയൊരു പെൺകുട്ടിക്കും ഇതുപോലെയുള്ള സാഹചര്യം ഉണ്ടാകരുത്. ഇതുപോലെ ഒരു പെൺകുട്ടിയും ചതിയിൽപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു യുവ നേതാവ്, ഒരുപക്ഷെ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വ്യക്തിയുടെ ഭാഗത്താണ് ഒരു പെൺകുട്ടിയോട് ഇത്രയും ക്രൂരമായ ഇടപെടലുണ്ടായത്. അതിലിനി സംസ്ഥാന പോലീസ്, സംസ്ഥാന സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പെൺകുട്ടിയും ആ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്ന ശബ്ദം പുറത്തു വന്നു. അതിൽ കുറ്റകൃത്യം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി പെൺകുട്ടിക്ക് എല്ലാ സംരക്ഷണവും സർക്കാർ നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട്, പൊതുസമൂഹത്തിനും ഉത്തരവാദിത്വമുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുമുണ്ട് ആ ഉത്തരവാദിത്വം. എന്തുകൊണ്ട് തള്ളിപ്പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ചോദ്യമാണ്. നടപടിയെടുക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ വിശദീകരണം തേടേണ്ടി വരും. അത് സംഘടനാ നടപടിക്രമമാണ്. ആ വിശദീകരണം തേടിയതിന് പിന്നാലെ രാജിക്കത്താകാം. ഇനി കൂടുതൽ കാലതാമസം വരുമ്പോൾ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ അപഖ്യാതി ഉണ്ടാക്കുമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിനും വലിയ വിജയപ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്ന പാർട്ടിയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് രാഹുലിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ നേരത്തെ തന്നെ രാഹുലിനെ മാറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ നാണക്കേട് കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകില്ലായിരുന്നു. ഏതായാലും ഇനി ആരായിരിക്കും പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നടക്കമുള്ള ചർച്ചകൾ കോൺഗ്രസിനകത്ത് ഉയർന്നു കഴിഞ്ഞു. നേതാക്കൾ എല്ലാവരും അമർഷത്തിലാണ്. അവർ പരസ്യമായി പ്രതികരിക്കുന്നില്ലെങ്കിലും അവർ അമർഷത്തിലാണ്. പ്രതികരിച്ച് കൂടുതൽ വഷളാക്കേണ്ട എന്നതാണ് ചില നേതാക്കളുടെ അഭിപ്രായം. പക്ഷേ ഈ കാര്യത്തിൽ ആദ്യം പ്രതികരിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കിയ ഒരു നേതാവ് VD സതീശനാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഒപ്പം ഷാഫി പറമ്പിലാണെന്ന് പറയുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പോഴും മൗനം തുടരുന്നു. ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ ഇവരൊക്കെ പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു.